ലേണിംഗ് കൊണ്ട് നമുക്ക് ചില മോഡിഫിക്കേഷൻസ് നോർമലി വരാറുണ്ട്. ഫോർ എക്സാമ്പിൾ, നോർമലി അവർ കഫ് ചെയ്യുന്നത് കുട്ടികൾ ഓപ്പൺ ആയിട്ട് അങ്ങ് സ്നീസ് ചെയ്യുകയാണെങ്കിൽ ഇതൊക്കെ ഓപ്പൺ ആയിട്ടാണ് ചെയ്യുക. അതേ സമയത്ത് കുറച്ചുകൂടി പ്രായമായി കഴിയുമ്പോൾ അവരുടെ എക്സ്പീരിയൻസസിലൂടെ അവർ മൂക്ക് പൊത്തി പിടിച്ചിട്ട് ഇത് ചെയ്യണം, അല്ലെങ്കിൽ സ്നീസ് ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യണം എന്നുള്ളത് ഇവർ ലേൺ ചെയ്യുന്നുണ്ട്. സോ ഇത്തരം ബിഹേവിയേഴ്സിനെയും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇത്തരം ഇന്നേറ്റ് ബിഹേവിയേഴ്സിനെ പോലും മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ എക്സ്പീരിയൻസസിലൂടെ വരുന്ന ലേണിങ്സിനൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഇനി പറഞ്ഞോളൂ. എനിക്ക് കണ്ടിന്യൂ ചെയ്യാലോ അല്ലേ? ഓക്കെ. മറ്റൊരു ടേം എത്തോളജിയാണ്. എത്തോളജി എന്ന് പറയുന്നത് ആനിമൽസിന്റെ ബിഹേവിയേഴ്സിനെ അതതിൻ്റെ നാച്ചുറൽ സെറ്റിങ്ങിൽ തന്നെ പഠിക്കുന്ന ഒരു ഫീൽഡാണ്. അതിനെ എത്തോളജി എന്ന് പറയും. ഈ അവരുടെ ഒരു എൻവയോൺമെന്റിൽ അവരുടെ ബിഹേവിയേഴ്സ് എങ്ങനെയാണ് അവരെ സർവൈവ് ചെയ്യാൻ കേപ്പബിൾ ആക്കുന്നത് എന്നുള്ളതാണ് ഈ എത്തോളജി എന്ന ഫീൽഡിൽ നമ്മൾ പഠിക്കുക. ഇനി ഈ ഒരു ഫീൽഡിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഈ ആളുകളൊക്കെയാണ്. സ്ക്രീനിൽ നിങ്ങൾ കാണുന്നുണ്ടാവും. ഇവർ ഏതൊക്കെ ഫീൽഡിലാണ് അവരുടെ ഒരു റിസർച്ച് വരുന്നത്, അല്ലെങ്കിൽ റിസർച്ച് ഏരിയാസ് ഏതൊക്കെയാണോ എന്നുള്ളതും അതിന്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട്. മാറ്റുന്നില്ലല്ലോ, നെക്സ്റ്റ് പേജ് വെച്ചില്ലല്ലോ, സ്ലൈഡ് മൂവ് ചെയ്യുന്നില്ല. എനിക്ക് അറിയില്ല കാണാൻ. മിസ്സേ മൈക്ക് ഓഫ് ആണ്. സ്ലൈഡ് ഇപ്പൊ മൂവ് ചെയ്തിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. സോഫ നിങ്ങൾ ഫസ്റ്റ് സ്ലൈഡ് മാത്രമേ കണ്ടിട്ടുള്ളൂ? കുറച്ചു മുമ്പ് വേറൊരു സ്ലൈഡ് കണ്ടിരിക്കുന്നു, യോ വിൽസന്റെ മേജർ പപ്പടൻ എന്ന് പറഞ്ഞിട്ടുള്ള. ഓക്കെ. ഇപ്പൊ സ്ലൈഡ്സ് മൂവ് ചെയ്യുന്നില്ല? ഓക്കെ. അപ്പോ ആദ്യം നമ്മൾ പറഞ്ഞത് ലേണിംഗിന്റെ ഒരു ഡെഫിനിഷൻ ആയിരുന്നു. അതിന്റെ സ്ലൈഡാണിത്. ആൻഡ് ദെൻ ആ ഓരോ കീവേഡ്സിനെയും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നതാണ്. ലേണിംഗ് എന്ന് പറയുന്നത് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ചസ് ആണ് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാവുന്നത്, അത് എക്സ്പീരിയൻസിലൂടെ ഉണ്ടാവുന്നത്. സോ അതിനെ ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്തിരിക്കുന്നു എന്നേ ഉള്ളൂ, ഇൻ ഡീറ്റെയിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്.
ദെൻ അടുത്തത് ഇന്നേറ്റ് ബിഹേവിയറിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതെന്താണ് എന്നുള്ള ജസ്റ്റ് ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ ആണത്. ആൻഡ് ദെൻ എത്തോളജി. എത്തോളജി ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്ന വേറൊരു ഫീൽഡാണ്. അത് അനിമൽ ബിഹേവിയറിനെ അതിന്റെ നാച്ചുറൽ എൻവയോൺമെന്റിൽ തന്നെ പഠിക്കുന്നു. അതാണ് എത്തോളജി. ദെൻ അടുത്തത് ഈ ഫീൽഡിലെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസും അവരുടെ ഏരിയ ഓഫ് സ്റ്റഡിയും അല്ലെങ്കിൽ റിസർച്ചുമാണിത്. ആൻഡ് ദെൻ ഇതൊന്ന് നോക്കി വെച്ചേക്കുക, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. ആൻഡ് ദെൻ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എ.ഒ. വിൽസൺ ഇസ് എ മേജർ പ്രൊപ്പണന്റ് ഓഫ്. അദ്ദേഹം ഏത് ഫീൽഡിന്റെ പ്രൊപ്പണന്റ് ആയിരുന്നു? ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ ആയിട്ട് വരാവുന്നതാണ്. And then അടുത്തത് ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ്. നിങ്ങൾക്കിത് ഫെമിലിയർ ആയിരിക്കണം. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റുപറ്റി വീണ്ടും പഠിക്കുന്ന ഒരു പ്രോസസ്സാണ്. ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇതിലേക്ക് വരുന്നത് ഒരു ചെറിയ ടെക്നിക്കൽ എറർ ഉണ്ട്. PPT ഒന്ന് പോസ് ചെയ്യാണ്. നമുക്ക് PPT ഇല്ലാതെ കണ്ടിന്യൂ ചെയ്യാം. യെസ്, ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആദ്യമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചൊരു ഡിസ്കഷൻ വരുന്നത് തോണ്ടൈക്കിന്റെ റിസർച്ചിന്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹം ആനിമൽ ഇന്റലിജൻസിനെ കുറിച്ച് 1898 പഠിച്ചു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന്റെ കണ്ടെത്തലുകളിൽ നിന്നാണ് ഈ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് വരുന്നത്. നിങ്ങൾ ഓൾറെഡി പഠിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. ഇത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് തിയറിയുടെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇതിനെ കണക്ഷനിസം എന്നും നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു സ്റ്റിമുലസ് സംഭവിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് ഒരു റെസ്പോൺസ് വരുന്നു. സോ ഈ ഒരു കണക്ഷന്റെ ബേസിസിലാണ് ഈ ഒരു തിയറി മൂവ് ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്റ്റിമുലസ് റെസ്പോൺസ് ലേണിംഗ് തിയറിയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. നോർമലി ഒരു ഇവിടെ ലേണിംഗ് ബിഗിൻ ചെയ്യുന്നത് ഒരു ഓർഗാനിസം അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തെ ഫേസ് ചെയ്യേണ്ടി വരുമ്പോഴാണ്. ഇനി അതുപോലെ മോസ്റ്റ് ലേണിംഗും റിപ്പീറ്റഡ് ട്രയൽസ് നടക്കുന്നതിലൂടെയും അതിൽ നിന്നുണ്ടാവുന്ന ഇറേഴ്സിലൂടെയും അങ്ങനെ ഒരു റിപ്പീറ്റഡ് ബിഹേവിയേഴ്സിന് അല്ലെങ്കിൽ റിപ്പീറ്റഡ് ബിഹേവിയറൽ പാറ്റേൺസിന്റെ റിസൾട്ട്സ് ഇതിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു സംഗതി വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് ലേണിംഗ് ഓർഗാനിസം കൗണ്ടേഴ്സ് ഇറേഴ്സ് ആൻഡ് വിത്ത് റിപ്പീറ്റഡ് ട്രയൽസ് ഇറേഴ്സ് റിഡ്യൂസ്. ട്രയൽസ് കൂടുന്നതിനനുസരിച്ച് ഇറേഴ്സ് റിഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിന്റെ ഒരു ക്ലാസിക്കൽ എക്സ്പെരിമെന്റ് നിങ്ങൾക്ക് അറിയായിരിക്കും. ഒരു ക്യാറ്റിനെ ഒരു പസിൽ ബോക്സിലേക്ക് ഇടുന്നു, പുറത്തൊരു ബോളിൽ ഒരു ഫിഷ് വെക്കുന്നു. അപ്പൊ അതിനെയൊന്നും റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ ജസ്റ്റ് ഒന്ന് റികളക്ട് ചെയ്യാൻ വേണ്ടി പറയാണ്. അവിടെ ഒരു ലിവർ ഉണ്ട്, ആ ലിവർ പുൾ ചെയ്താൽ അതിന്റെ ഡോർ ഓപ്പൺ ആവും, ക്യാറ്റിന് ഫിഷ് കിട്ടും. പക്ഷെ ഇനീഷ്യലി ആ ഒരു ക്യാറ്റിനെ ആ ബോക്സിൽ പ്ലേസ് ചെയ്യുമ്പോൾ അതിന് അങ്ങനെ ഒരു ബിഹേവിയർ അല്ലെങ്കിൽ അത് ലിവർ പുൾ ചെയ്യുക എന്നൊരു ലെവലിലോട്ട് അത് എത്തുന്നില്ല. കുറെ സമയം വാണ്ടർ ചെയ്യുന്നു, ആക്സിഡന്റലി ആ ഒരു ലിവർ പുൾ ചെയ്യുന്നു, അതിന് ആ ഫിഷ് കിട്ടുന്നു. ആൻഡ് നെക്സ്റ്റ് ടൈം അത് ചെയ്യുമ്പോൾ കുറച്ചും കൂടി, അതായത് ആദ്യം എടുത്ത് അത്ര സമയം എടുക്കുന്നില്ല, പിന്നീട് ജസ്റ്റ് ലിവർ വലിക്കുക, ഫിഷ് കിട്ടുക, ഈ ഒരു അവസ്ഥയിലേക്ക് എത്തുന്നു. സോ ഇതായിരുന്നു ആ ക്ലാസിക് എക്സ്പെരിമെന്റ്. അപ്പോൾ തോണ്ടൈക്ക് കൺക്ലൂഡ് ചെയ്തത് ഇതാണ്: അനിമലിന്റെ
അപ്രോപ്രിയേറ്റ് റെസ്പോൺസിന്റെ ഒരു പ്രൊഡക്ഷൻ ഇത് പ്യുവർലി ആക്സിഡന്റ് ആയിട്ട് നടന്നതാണ്. അതിനുശേഷം ഇതിനൊരു ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ഉണ്ടാവുന്നു ട്രയൽസ് കൂടുന്നതിനനുസരിച്ച്. അതാണ് ഈ സ്റ്റിമുലസ് റെസ്പോൺസ് കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ട്രയൽ ആൻഡ് എറർ ലേണിങ്ങിന് 3 ലോസ് ആണ് ബേസിക് ആയിട്ട് പറയുന്നത്. ആദ്യത്തേത് ലോ ഓഫ് ഇഫക്റ്റ് ആണ്. ഇതനുസരിച്ച് ബിഹേവിയേഴ്സ് റിപ്പീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ലേണിംഗ് പ്രോസസ്സ് നടക്കുകയും റിപ്പീറ്റ് ചെയ്യപ്പെട്ടില്ലെങ്കിൽ ലേണിംഗ് നടക്കാതെ പോവുകയും ചെയ്യും. അപ്പോൾ ലോ ഓഫ് യൂസ് എന്ന് പറയുന്നത് ഇഫ് എനി ആക്ഷൻ ഇസ് റിപ്പീറ്റഡ് ബൈ ആൻ ഓർഗാനിസം ഇൻ സർട്ടൻ കണ്ടീഷൻ ലേണിംഗ് ഒക്കേഴ്സ്. അതുപോലെ ലോ ഓഫ് ഡിസ്യൂസ് ആണ് അടുത്തത്. ഈ ലോ ഓഫ് എക്സസൈസിന്റെ ഭാഗമായിട്ട് തന്നെ വരുന്നതാണ് ഇതിന്റെ സബ് ഡിവിഷൻ ആയിട്ട് ലോ ഓഫ് ഡിസ്യൂസിൽ if the action is not repeated by an organism, there will be no learning. ഇതിനെയാണ് ലോ ഓഫ് എക്സസൈസ് എന്ന് പറയുന്നത്. രണ്ടാമത്തത് ലോ ഓഫ് എഫക്റ്റ് ആണ്. അക്കോർഡിംഗ് ടു വിച്ച് റിവാർഡ്സിലൂടെ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ റെപ്പറ്റീഷൻസ് ഓർ പ്രാക്ടീസ് ഫെസിലിറ്റേറ്റ് ചെയ്യുകയും ലേണിംഗ് പ്രോസസ്സ് ആക്സലറേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി മൂന്നാമത് വരുന്നത് ലോ ഓഫ് റെഡിനെസ് ആണ്. ഇത് മോട്ടിവേഷന്റെ ഒരു സിഗ്നിഫിക്കൻസും കൂടി ഈ ലോയിൽ അവർ പറയുന്നുണ്ട്. ഇഫ് വൺ ഇസ് നോട്ട് റെഡി ടു ലേൺ സംതിങ് ദെൻ വൺ കനോട്ട് ലേൺ ഇഫക്റ്റീവ്ലി. ഇഫക്റ്റീവായിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ അത് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു റെഡിനെസ് വേണമെന്നാണ് പറയുന്നത്. ഈ റെഡിനെസ് കംസ് ഫ്രം ഇൻട്രസ്റ്റ്, മെച്യൂരിറ്റി, നീഡ് ഓർ പ്രീവിയസ് എക്സ്പീരിയൻസസ്. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് ഈ ഒരു റെഡിനെസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുക. ഇനി ഇതിന് 2 ക്വസ്റ്റ്യൻസ് ആണ് വരാൻ സാധ്യതയുള്ള 2 ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഒരു കാര്യം ചോദിക്കാവുന്നത് ദ ലോ ഓഫ് ഇഫക്റ്റ് വാസ് ഇനിഷ്യലി ഫോർമുലേറ്റഡ് ബൈ ഓർ ലോ ഓഫ് എക്സസൈസ് ഓർ ലോ ഓഫ് റെഡിനെസ്. ഇങ്ങനെ ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞിട്ട് ഇതിൽ ഏതാണ് അല്ലെങ്കിൽ ഇതൊക്കെ ആരാണ് ഫോർമുലേറ്റ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതിൽ ഓപ്ഷൻസ് വരാൻ സാധ്യതയുള്ളത് ഒന്ന് സ്കിന്നർ ആവാം, അല്ലെങ്കിൽ തോണ്ടായ്ക്ക് ആവാം, അല്ലെങ്കിൽ ജോൺ ഡുവേ, അല്ലെങ്കിൽ ജോൺ ബി വാട്സൺ. ഇങ്ങനെ കുറച്ച് ആളുകളുടെ പേരുകൾ ഉണ്ടാവും. അപ്പൊ അതിൽ നിന്നും ഒബ്വിയസ്ലി ഇത് ഫോർമുലേറ്റ് ചെയ്യുന്നത് തോണ്ടായ്ക്കാണ്. സോ ആ രീതിയിൽ ക്വസ്റ്റ്യൻസ് പോവാം. പിന്നെ ഇതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഡിസ്ക്രിപ്ഷൻ വെച്ചിട്ട് ഒരു ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യൻ ഉള്ള പോസിബിലിറ്റിയും ഉണ്ടാവാം. ഫോർ എക്സാമ്പിൾ, acts that produce satisfaction in a given situation become associated with that situation. When the situation recurs, the act is likely to recur. അതായത് ലോ ഓഫ് ഇഫക്റ്റ് ആണ് ഇത്. ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിക്കാം. അപ്പോൾ ഇത്തരം ക്വസ്റ്റ്യൻസിനെയാണ് ഇവിടെ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ആണ് ആദ്യത്തേത്. അടുത്തത് ക്ലാസിക്കൽ കണ്ടീഷനിങ് ആണ്. ഇവാൻ പാവ്ലോവിന്റെ എല്ലാവർക്കും അറിയാവുന്ന ഒരു എക്സ്പെരിമെന്റ്, ഡോഗ്സിൽ അദ്ദേഹം നടത്തിയ ഒരു എക്സ്പെരിമെന്റ്, അതിന്റെ ബേസിസിലാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് വരുന്നത്. ഇതിലെ ഏറ്റവും ബേസിക് ആയിട്ട് ആ സ്റ്റോറി കാര്യങ്ങളെല്ലാം നമുക്കറിയാം. പക്ഷെ ഇതിൽ അറിഞ്ഞിരിക്കേണ്ട ചില ടേംസ് ഉണ്ട്. ആദ്യത്തേത് സ്റ്റിമുലസ് ആണ്, രണ്ടാമത്തേത് റെസ്പോൺസ് ആണ്. സ്റ്റിമുലസിനെ നമുക്ക് it can be defined as anything which is being perceived through our lenses, which could be any event, object or experiences that causes some response. അതായത് ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള എനി സെൻസറി എക്സ്പീരിയൻസിനെ നമുക്ക് സ്റ്റിമുലസ് എന്ന് പറയാൻ പറ്റും. ഇനി അടുത്തത് റെസ്പോൺസ് ആണ്. ഈ സ്റ്റിമുലസിനോടുള്ള നമ്മുടെ റെസ്പോൺസസ്, ഇറ്റ് ക്യാൻ ബി എനി ആക്ടിവിറ്റി റിലേറ്റഡ് ടു മസിൽസ് ഓർ അതർ ഐഡന്റിഫയബിൾ ബിഹേവിയേഴ്സ്. അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് an organism to some event or situation. സോ ഇതാണ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ്. ഈ 2 ടേംസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കണം. കാരണം ഈ സ്റ്റിമുലസിന്റെയും റെസ്പോൺസിന്റെയും ബേസിസിലാണ് ദ എൻറ്റയർ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി മൂവ് ചെയ്യുന്നത്. ഒരു റഷ്യൻ ഫിസിയോളജിസ്റ്റ് ആയിരുന്നു ഇവാൻ പാവ്ലോവ്. ആൻഡ് അദ്ദേഹത്തിന് 1904 നൊബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടിയത് അദ്ദേഹം ഈ ഡോഗ്സിലെ ഡിജസ്റ്റീവ് സിസ്റ്റത്തെ കുറിച്ച് സയന്റിഫിക്കലി പഠിക്കുകയായിരുന്നു. ആൻഡ് ആ ഒരു ടൈമിൽ തന്നെയാണല്ലോ ആക്സിഡന്റലി അദ്ദേഹം ക്ലാസിക്കൽ കണ്ടീഷനിങ് എന്നൊരു ടൈമിലേക്ക് എത്തുന്നത്.
ഇപ്പൊ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത് can be defined as a learning to make a reflex response to a stimulus other than the original one and also to the natural stimulus that normally produces it. ഇനി അതുപോലെ ഇതിന്റെ ഒരു ബേസ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ഒരു ബേസ് എന്ന് പറയാൻ പറ്റുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഡോഗിന്റെ ഒരു എക്സ്പെരിമെന്റ് അറിയാം. ഇനീഷ്യലി ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നു. ആ ഫുഡ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സലൈവേഷൻ വരുന്നു. ഈ ഫുഡ് എന്നുള്ളതാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് വരുന്നത്. അൺകണ്ടീഷൻ സ്റ്റിമുലസ് എന്ന് പറയുന്നത് ഒരു അൺകണ്ടീഷൻഡ് ആയിട്ടുള്ള റെസ്പോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിമുലസ്. സോ ഇവിടെ ഫുഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ആയിട്ട് വരികയും സലൈവേഷൻ അതിന്റെ ഭാഗമായിട്ടുള്ള റെസ്പോൺസ് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ആയിട്ട് വരികയും ചെയ്യുന്നു. നാച്ചുറലി സംഭവിക്കുന്നതാണ്. ഇനി അതിനുശേഷം ഒരു ബെൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ഇത് ഒരു കണ്ടീഷൻഡ് സ്റ്റിമുലസ് ആണ്. ഇവിടെ ഒരു റെസ്പോൺസ് പ്രത്യേകിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഒരു അൺകണ്ടീഷൻ റെസ്പോൺസ് അല്ലെങ്കിൽ സലൈവേഷൻ എന്ന ഒരു റെസ്പോൺസ് ഉണ്ടാക്കാൻ കേപ്പബിൾ അല്ലാത്ത ഒരു സ്റ്റിമുലസിനെ ബെല്ലിനെ നമ്മൾ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അതിനുശേഷം അവിടെ റെസ്പോൺസ് ഒബ്വിയസ്ലി സലൈവേഷൻ ഉണ്ടാവുന്നില്ല. ആൻഡ് ദെൻ നമ്മൾ ബെല്ലും ഫുഡും ഇത് ഒരുമിച്ച് പ്രൊവൈഡ് ഇത് ഒരുമിച്ച് അവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പോൾ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻഡ് സ്റ്റിമുലസും ക്ലബ് ചെയ്യാണ് അവിടെ. അങ്ങനെ വരുമ്പോൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് അതായത് സലൈവേഷൻ ഉണ്ടാവുന്നു. അതിനുശേഷം കണ്ടീഷൻ റെസ്പോൺസ് ആയ ബെല്ല് അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻ റെസ്പോൺസ് ആയിട്ട് സലൈവേഷൻ ഉണ്ടാവുന്നു. സോ ഈ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്താണ്, കണ്ടീഷൻ സ്റ്റിമുലസ് എന്താണ്, അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്താണ്, കണ്ടീഷൻ റെസ്പോൺസ് എന്താണ്, ഇത്രയും കാര്യങ്ങളിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവണം. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് ദ സ്റ്റിമുലി വിച്ച് റിലയബിളി എലിസിറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് റെസ്പോൺസ്. അതായത് ഫുഡ് പോലെ ഒരു നാച്ചുറൽ റെസ്പോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ള ഒരു സ്റ്റിമുലസ്, അതിനെയാണ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത്. അതിനുശേഷം അൺകണ്ടീഷൻഡ് റെസ്പോൺസ് വരുന്നു. ദ റെസ്പോൺസ് വിച്ച് ഇസ് റെഗുലർലി ആൻഡ് ഡിപെൻഡന്റ്ലി ഇവോക്ഡ് ബൈ ദ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ്. അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ അൺകണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിലാണെങ്കിൽ സെക്രീഷൻ ഓഫ് സലൈവ. ഇനി കണ്ടീഷൻഡ് സ്റ്റിമുലസ് എന്ന് പറയുന്നത് എനി സ്റ്റിമുലസ് ദാറ്റ് does not initially evoke the unconditioned response and it must be repeatedly paired with the unconditioned stimulus. അതായത് നോർമലി അൺകണ്ടീഷൻഡ് റെസ്പോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാത്ത, ഇവിടെ പറഞ്ഞ പോലെ ബെല്ലടിച്ചാൽ ഒരിക്കലും സലൈവേഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ അത്തരം ഒരു സ്റ്റിമുലസ്, പക്ഷേ ഇതിന് റിപ്പീറ്റഡ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ടുള്ള റിപ്പീറ്റഡ് പെയറിങ്ങിലൂടെ നമുക്ക് അൺകണ്ടീഷൻഡ് റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. ഇനി അടുത്തത് കണ്ടീഷൻഡ് റെസ്പോൺസ് ആണ്. ഇത് any response which follows the conditioned stimulus as a consequence of the repeated presentation of CS and US. അതായത് കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിലുള്ള റിപ്പീറ്റഡ് പെയറിംഗ് കൊണ്ട് ഉണ്ടാവുന്ന ആ ഒരു റെസ്പോൺസിനെയാണ് നമ്മൾ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഒപ്പം തന്നെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ വേറൊരു ക്ലാസിക് എക്സാമ്പിൾ പറയുന്നത് ലിറ്റിൽ ആൽബർട്ടിന്റെയും വാറ്റിന്റെയും ഒരു എക്സ്പെരിമെന്റ് ആണ്. ജോൺ ബി വാട്സൺ ആണ് ആ ഒരു എക്സ്പെരിമെന്റിന്റെ, അദ്ദേഹമാണ് ബിഹേവിയറിസത്തിന്റെ ഫൗണ്ടർ ആയിട്ട് അറിയപ്പെടുന്നത്. ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ടീസ് ചെയ്ത് വെച്ചാൽ നന്നായിരിക്കും, ബിഹേവിയറിസത്തിന്റെ ഫൗണ്ടർ ആരാണെന്നുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ജെ ബി വാട്സൺ ആണ് ഈ ഒരു എക്സ്പെരിമെന്റ് നടത്തുന്നത്. അതിനെക്കുറിച്ചും നിങ്ങൾക്ക് ഐഡിയ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. കുറച്ചധികം അനിമൽസിനോട് ഈ ലിറ്റിൽ ആൽബർട്ട് ഒരു കിഡാണ് എക്സ്പോസ്ഡ് ആവുന്നു. പ്രത്യേകിച്ച് ഫിയറോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ ഒരു വൈറ്റ് റാറ്റായിട്ട് ഒരു വൈറ്റ് റാറ്റിനെ ഈ ഒരു ലിറ്റിൽ ആൽബർട്ടിന് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനീഷ്യലി ആൽബർട്ട് ഹാപ്പിയാണ്. പക്ഷെ ബേസിക്കലി ആൽബർട്ടിന്റെ ഒരു പ്രശ്നം നോയ്സസിനോട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബിങ് നോയ്സസ്, ലൗഡ് നോയ്സസിനോട് ആൽബർട്ടിന് ഫിയർ ആണ്. സോ നോർമലി
ഈ ഒരു ലൗഡ് നോയ്സ് ഈ റാറ്റിൻ്റെ ഒപ്പം ഒരുമിച്ച് ഇത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആൽബർട്ടിനൊരു ഫിയർ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനെയാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ് ആണ് അതായത് സെയിം ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ വെച്ചിട്ട് ജെബി വാട്സൺ ചെയ്യുന്നത്. ഈ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഫിനോമിനൻ്റെ ഒരു ബേസിക് ഫേസസ് അല്ലെങ്കിൽ ബേസിക് കണ്ടീഷനിങ് ഫിനോമിനാസ് ഇത് നമ്മളൊന്ന് നോക്കേണ്ടതുണ്ട്. ആദ്യത്തേത് അക്വിസിഷൻ ആണ്. അക്വിസിഷൻ ഫേസിൽ നമ്മൾ കണ്ടീഷൻ സ്റ്റിമുലസും അൺകണ്ടീഷൻ സ്റ്റിമുലസും തമ്മിലുള്ള റിപ്പീറ്റഡ് പെയറിങ്ങിന്റെ ഭാഗമായിട്ടൊരു കണ്ടീഷൻ റെസ്പോൺസ് വരുന്നു. ഇത് എത്രത്തോളം ഫ്രീക്വൻ്റ് ആയിട്ട് സംഭവിക്കുന്നു അതിനനുസരിച്ച് ഈ ഒരു സ്റ്റിമുലസ് റെസ്പോൺസ് ഈ ഒരു കണക്ഷൻ അതിന്റെ സ്ട്രെങ്ത് ഇൻക്രീസ് ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ അക്വിസിഷൻ ഫേസ് എന്ന് പറയുന്നത്. ബേസിക്കലി ഈ പെയറിംഗ് സംഭവിക്കുന്നു, അതിന്റെ ഭാഗമായിട്ട് കണ്ടീഷൻ റെസ്പോൺസ് വരുന്നു. ഇതാണ് അക്വിസിഷൻ ഫേസ്. ആൻഡ് ദെൻ അടുത്തത് എക്സ്റ്റിങ്ഷൻ ആണ്. എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും കണ്ടീഷൻ സ്റ്റിമുലസും തമ്മിൽ കണക്ട് ചെയ്യുമ്പോഴാണ് നോർമലി കണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടാവുന്നത്. ഈ ഒരു പെയറിംഗ് ലാക്ക് ചെയ്യാണ് ഫ്രീക്വൻ്റ്ലി കണ്ടീഷൻ സ്റ്റിമുലസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് പെയർ ചെയ്യാതെ ജസ്റ്റ് കണ്ടീഷൻ സ്റ്റിമുലസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, കണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടാവുന്നു. ഈ ഒരു കണക്ഷൻ മാത്രമായിട്ട് കുറച്ച് നാൾ പോയി കഴിയുമ്പോൾ അവിടെ എക്സ്റ്റിങ്ഷൻ സംഭവിക്കാനുള്ള അല്ലെങ്കിൽ നമ്മുടെ റെസ്പോൺസിന് എക്സ്റ്റിങ്ഷൻ സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. അതായത് പെയറിംഗ് നടക്കാതെ വരുന്നു. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫുഡ് ബെല്ല് ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുക്കുന്നു, ഫുഡ് പ്രൊവൈഡ് ചെയ്യാതെ. പക്ഷെ ബെല്ല് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സെലൈവേഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഫ്രീക്വൻ്റ്ലി ബെല്ല് മാത്രം കൊടുക്കുകയാണ്, അതിൻ്റെ കൂടെ ഫുഡ് കൊടുക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കുറച്ച് നാളുകൾ കൊണ്ട് ആ എക്സ്റ്റെൻഷൻ സംഭവിക്കും. അതായത് സലൈവേഷൻ എന്നുള്ള പ്രോസസ്സിൻ്റെ എക്സ്റ്റെൻഷൻ സംഭവിക്കും. അതാണ് എക്സ്റ്റെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റഡ് ആയിട്ട് കണ്ടീഷൻ സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും തമ്മിൽ കണക്റ്റഡ് അല്ലാതെ വരുമ്പോൾ കണ്ടീഷൻ റെസ്പോൺസിൻ്റെ എക്സ്റ്റെൻഷൻ സംഭവിക്കാം. ആദ്യത്തേത് അക്വിസിഷൻ ആണ്, രണ്ടാമത്തേത് എക്സ്റ്റെൻഷൻ ആണ്. അടുത്തത് സ്പോണ്ടേനിയസ് റിക്കവറി. കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കണ്ടീഷൻഡ് റെസ്പോൺസ് റീഅപ്പിയർ ചെയ്യുന്ന ഒരു പോസിബിലിറ്റി, അതിനെയാണ് സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. The extinguished conditioned response reappears spontaneously after brief rest of extinction. Extinction സംഭവിക്കുന്നു, അതിനുശേഷം അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ കണ്ടീഷൻഡ് സ്റ്റിമുലസ് കൊടുക്കുന്നു, അതിന് കണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടാകുന്നു. അതുപോലെ ഈ ഒരു സ്പോണ്ടേനിയസ് റിക്കവറി ഡിപ്പെൻഡ് ചെയ്യുന്നത് ലാപ്സ്ഡ് ടൈമിൻ്റെ ഒരു ഡ്യൂറേഷനെയാണ്. എക്സ്റ്റെൻഷന് ശേഷം എത്ര ഡ്യൂറേഷൻ എന്നുള്ളൊരു കാര്യത്തെയാണ്. അപ്പോൾ അതിൽ പറയുന്നത് ദ ലോങ്ങർ ദ ഡ്യൂറേഷൻ ഗ്രേറ്റർ ദ റിക്കവറി എന്നാണ്. അടുത്തത് സ്റ്റിമുലസ് ജനറലൈസേഷൻ ആണ്. അതായത് നമ്മൾ പറയുന്നു കണ്ടീഷൻഡ് സ്റ്റിമുലസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് ഈ കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ സിമിലർ ആയിട്ടുള്ള കണ്ടീഷൻഡ് സ്റ്റിമുലസസ് വരുമ്പോൾ അതിനോട് കണ്ടീഷൻ റെസ്പോൺസ് ഉണ്ടാവുന്നു. അതായത് റെസ്പോണ്ടിങ് സിമിലർലി ടു സിമിലർ സെറ്റ് ഓഫ് അനദർ സ്റ്റിമുലി. ഇതിനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതായത് ഒരിക്കൽ കണ്ടീഷൻഡ് റെസ്പോൺസ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ സിറ്റുവേഷൻസ് ഓർ ഒബ്ജെക്ട്സ് വിച്ച് ആർ സിമിലർ ടു ദ ഒറിജിനൽ കണ്ടീഷൻ സ്റ്റിമുലസ് ഇറ്റ് ക്യാൻ ഇവോക്ക് ദ സെയിം റിയാക്ഷൻ. ലിറ്റിൽ ആൽബർട്ടിൻ്റെ എക്സ്പെരിമെൻ്റ് ഒക്കെ നിങ്ങളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. ഇനി അടുത്തത് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ ആണ്. It is the ability to discriminate between conditioned stimuli and other irrelevant stimuli. ഇതിനെയാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഒന്ന് സ്പീഡ് കുറയ്ക്കുമെന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ,
ഏതെങ്കിലും റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? സ്റ്റുഡൻസ് നിങ്ങൾക്ക് മനസ്സിലാത്ത ഏതെങ്കിലും ഭാഗം ഉണ്ടെങ്കിൽ ഒന്ന് പറയോ? മൈക്ക് ഓൺ ചെയ്ത് പറയാം. ഈ PPT നമ്മളെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുമെന്ന് ചോദിക്കുന്നുണ്ട്. അത് ചെയ്യാം. കണ്ടിന്യൂ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ. ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത് വൺസ് കണ്ടീഷൻഡ് റെസ്പോൺസ് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷൻഡ് സ്റ്റിമുലസിനോട് സിമിലർ ആയിട്ടുള്ള സിറ്റുവേഷൻസിനെയോ ഒബ്ജക്ട്സിനെയോ ഇത്തരം കാര്യങ്ങളോട് ഈ കണ്ടീഷൻ റെസ്പോൺസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി, അതായത് റെസ്പോണ്ടിങ് സിമിലർലി ടു സിമിലർ സെറ്റ് ഓഫ് അനദർ സ്റ്റിമുലി. ഇതിനെയാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ വരുന്നുണ്ട്. It is the ability to discriminate between conditioned stimuli and other irrelevant stimuli. അതായത് കണ്ടീഷൻഡ് സ്റ്റിമുലി വരുന്നുണ്ട്, അപ്പൊ അതിന്റെ ഒപ്പം മറ്റ് സ്റ്റിമുലി വരുമ്പോൾ അതിനെ ഇറലവന്റ് ആയിട്ട് മാറ്റി നിർത്താനുള്ള ഒരു എബിലിറ്റിയാണ് സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഇതിന്റെ ഒരു ടൈമിംഗ് ആണ്. എപ്പോഴാണ് ഈ ഒരു പെയറിംഗ് നടക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നടക്കേണ്ടത്, ഇതിന്റെ ടൈമിങ്ങിൽ വരുന്ന ഡിഫറൻസസ് എന്തൊക്കെയാണ്, ഇത്തരം കാര്യങ്ങളാണ്. ആദ്യം വരുന്നത് ഷോർട്ട് ഡിലേ കണ്ടീഷനിങ് ആണ്. ഇവിടെ കണ്ടീഷൻഡ് സ്റ്റിമുലസ് അൺകണ്ടീഷൻഡ് സ്റ്റിമുലസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് തൊട്ട് മുൻപ് തന്നെ പ്രൊവൈഡ് ചെയ്യും. സോ അവിടെ ഷോർട്ട് ഡിലേ കണ്ടീഷനിങ് എന്ന് പറയുമ്പോൾ ആ ടേം തന്നെയാണ്. വലിയ ടൈം ഡിഫറൻസ് ഇല്ലാതെ ഇത് രണ്ടും തമ്മിലുള്ള ഒരു പെയറിംഗ് നടക്കും. ഇതാണ് സ്ട്രോങ്ങസ്റ്റ് കണ്ടീഷനിങ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തത് ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഇൻ ഷോർട്ട് ഡിലേ കണ്ടീഷനിങ് the CS begins a second or so before the unconditioned stimulus എന്നാണ്. അടുത്തത് ലോങ് ഡിലേ കണ്ടീഷനിങ് ആണ്. where the conditioned stimulus begins at least several seconds before the unconditioned stimulus. അതേ സമയത്ത് the conditioned response unconditioned response പ്രസന്റ് ചെയ്യുന്ന അത്രയും ടൈം വരെയും അത് കണ്ടിന്യൂ ചെയ്തു പോവേണ്ടതുണ്ട്. Which means the CS or the conditioned stimulus continues until the unconditioned stimulus is presented. ഇനി അടുത്തത് സൈമൾട്ടേനിയസ് കണ്ടീഷനിങ് ആണ്. പേര് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെ കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ബിഗിൻ ചെയ്യുന്നത് ഒരേ മൊമെന്റിലായിരിക്കും. അടുത്തത് വരുന്നത് ട്രേസ് കണ്ടീഷനിങ് ആണ്. ട്രേസ് കണ്ടീഷനിങ്ങിൽ കണ്ടീഷൻഡ് സ്റ്റിമുലസും അൺകണ്ടീഷൻഡ് സ്റ്റിമുലസും ഇത് രണ്ടും ഒരു ടൈം ഇന്റർവെൽ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഈ ടൈമിൽ വേറെ ഒന്നും നമ്മൾ പ്രസന്റ് ചെയ്യുന്നില്ല. which means it refers to the case in which the conditioned stimulus and the unconditioned stimulus are separated by some time interval in which neither stimulus is present, which means ഒരു ടൈം ഗ്യാപ്പ് കൊടുക്കുന്നു. ഇതിനെയാണ് ട്രേസ് കണ്ടീഷനിങ് എന്ന് പറയുന്നത്. ഇനി ഇവിടെയുള്ളൊരു പ്രോബ്ലം എന്താന്ന് വെച്ചാൽ ഈ കണ്ടീഷൻ സ്റ്റിമുലസ് ആൻഡ് അൺകണ്ടീഷണൽ സ്റ്റിമുലസിന്റെ പെയറിങ്ങിൽ വരുന്ന ഡ്യൂറേഷൻ
അത് അല്ലെങ്കിൽ ആ ഒരു ഇന്റർവെല്ല് കൂടുന്നതിനനുസരിച്ച് ലെവൽ ഓഫ് കണ്ടീഷനിങ് സിസ്റ്റമാറ്റിക്കലി ഡിക്ലൈൻ ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. മറ്റൊന്ന് ബാക്ക്വേർഡ് കണ്ടീഷനിങ് ആണ്. ബാക്ക്വേർഡ് കണ്ടീഷനിങ്ങിൽ കണ്ടീഷൻ സ്റ്റിമുലസ് is presented after the unconditioned stimulus. So ഇത്രയും കാര്യങ്ങളാണ് short delay conditioning, long delay conditioning, simultaneous conditioning, trace conditioning and backward conditioning. ഇത് ഈ ടേംസ് സജസ്റ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ ഇതിന്റെ പേരുകൾ പോലെ തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ കണക്ട് ചെയ്ത് ഓർമ്മയിൽ വെക്കാൻ ശ്രമിക്കുക. ഇനി മറ്റൊന്നുള്ളത് ഹയർ ഓർഡർ കണ്ടീഷനിങ് ആണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൽ വരുന്നത് കണ്ടീഷൻഡ് സ്റ്റിമുലസ്, ഇതിനെ അൺകണ്ടീഷൻഡ് സ്റ്റിമുലസുമായിട്ട് പെയർ ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഒരു റെസ്പോൺസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഹയർ ഓർഡർ കണ്ടീഷനിങ്ങിൽ എക്സാമ്പിൾ വൈസ് പറയുകയാണെങ്കിൽ നോർമലി ബെല്ല് കേൾക്കുന്നു, ഫുഡ് വരുന്നു. അപ്പോൾ ഈ ബെല്ലിൻ്റെ ഒപ്പം നമ്മൾ മറ്റൊരു കാര്യം കൂടി ഇപ്പോൾ പെയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ ലൈറ്റ്, ഒരു റെഡ് ലൈറ്റ് ഓർ യെല്ലോ ലൈറ്റ് പെയർ ചെയ്യുന്നു. അപ്പോൾ ഈ പെയർ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഈ കണ്ടീഷൻ സ്റ്റിമുലസ് അതായത് നോർമലി അൺകണ്ടീഷൻഡ് സ്റ്റിമുലസിന്റെ ഭാഗമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ റെസ്പോൺസ്, ഈ കണ്ടീഷൻ റെസ്പോൺസ് ഈ ലൈറ്റ് വരുമ്പോഴും നോർമലി ഇവോക്ക് ചെയ്യപ്പെടുന്നു. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ കൂടുതൽ സ്റ്റിമുലസസ് ഇതിന്റെ കൂടെ പെയർ ചെയ്ത് പോകുന്ന ഒരു പ്രോസസ്സാണ് ഹയർ ഓർഡർ കണ്ടീഷനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രാജുവലി ഈ ഒരു ലൈറ്റ് അലോൺ കൊടുത്തു കഴിഞ്ഞാലും സലൈവേഷൻ ഉണ്ടാവുന്ന ഒരു ലെവലിലോട്ട് മാറുന്നു. സോ ഇങ്ങനെ നമുക്ക് കണ്ടീഷൻ ചെയ്ത് ബിഹേവിയേഴ്സിനെ പെയർ ചെയ്ത് പോകാൻ പറ്റും. സോ ദിസ് ഇസ് ഹയർ ഓർഡർ കണ്ടീഷനിങ്. ഒരു ടേം ഇതിൽ കേൾക്കാൻ സാധ്യതയുള്ളത് അല്ലെങ്കിൽ ചോദിക്കാൻ സാധ്യതയുള്ളത് ഗാസിയ ഇഫക്റ്റ് എന്നാണ് പറയുക. ഇതിനെ ടേസ്റ്റ് അവേർഷൻ ലേണിംഗ് എന്ന് പറയും. ജോൺ ഗാസിയ എന്ന് പറഞ്ഞ ഒരാളാണ് ഇതിനെ ഡിസ്കവർ ചെയ്യുന്നത്. അതായത് ഗാസിയ ഇഫക്റ്റ് ഇസ് എൻ അവേർഷൻ ഓർ distaste of a particular taste or smell that was associated with a negative reaction. അതിനെ നമുക്ക് വേണമെങ്കിൽ നോസിയ, വോമിറ്റിംഗ് ഇത്തരം കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യാം. അതായത് ഒരു പെർട്ടിക്കുലർ ടേസ്റ്റിനോടോ സ്മെല്ലിനോടോ കണക്ട് ചെയ്ത് വരുന്ന ഒരു നെഗറ്റീവ് റിയാക്ഷൻ ആണ്. അതിന്റെ ഭാഗമായിട്ടൊരു നോസി അല്ലെങ്കിൽ വോമിറ്റിംഗ് ഇത്തരം പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാവുകയാണ്. സോ ഈ ഒരു അവേർഷൻ അല്ലെങ്കിൽ ഡിസ്റ്റേസ്റ്റ് ഇത്തരം കാര്യങ്ങളെ കുറിച്ച് ഇതിനെയാണ് നമ്മൾ നോർമലി ഗാസിയ ഇഫക്റ്റ് എന്ന് പറയുന്നത്. ഇനി ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിന്റെ ആപ്ലിക്കേഷൻസ് ആണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് നോർമലി വരാൻ സാധ്യതയുള്ളത് ഇതൊക്കെ എന്താണ് എന്നുള്ളതിലല്ല, ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ഫേസസ് എന്തൊക്കെ ആവാം എന്നുള്ളൊരു സെൻസിലാണ്. അപ്പോൾ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ആണ് ആദ്യമായിട്ട് നമുക്ക് ഇതിന്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ ഒരു തെറാപ്യൂട്ടിക് സെൻസിലൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. നോർമലി ഫോബിയ ഉള്ള ആളുകൾ അല്ലെങ്കിൽ എക്സ്ട്രീം ആങ്സൈറ്റി ഒക്കെ ഉള്ള ആളുകളാകുമ്പോൾ ഇവരുടെ ഒരു ആങ്സൈറ്റി പ്രൊവോക്കിംഗ് സിറ്റുവേഷൻസ് വരുമ്പോൾ ഇതിനെ നമ്മൾ കപ്പിൾ ചെയ്യുന്നത് റിലാക്സേഷൻ ടെക്നിക്സുമായിട്ടാണ്. സോ അങ്ങനെ വരുമ്പോൾ സിസ്റ്റമാറ്റിക്കലി നമുക്ക് ആ ഒരു ആങ്സൈറ്റി പ്രൊവോക്കിംഗ് സ്റ്റിമുലസിനെ അഡ്രസ്സ് ചെയ്യാനും അതുപോലെ ഒരു ഫോബിക് റെസ്പോൺസസിനെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമോഷണൽ ബ്രേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമോഷണലി പീക്ക് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ആ ഒരു ലെവൽ ഓഫ് ആങ്സൈറ്റിനെ നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും റിലാക്സേഷൻ ടെക്നിക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് വഴി. ഇതിനെയാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറയുന്നത്. അടുത്തത് അവേഴ്സീവ് കൗണ്ടർ കണ്ടീഷനിങ് ആണ്. നോർമലി ഈ
ഈ ഒരു സംഭവം മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് ഡ്രഗ് അഡിക്ഷൻ ഒക്കെ ഉള്ള ആളുകളുടെ കേസിലാണ്. ആൽക്കഹോളിസം ഉള്ള കേസിലാണെങ്കിൽ അവേർഷൻ തെറാപ്പി നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതായത് ആൽക്കഹോൾ കൊടുക്കുന്നു, അതിൻ്റെ ഒപ്പം തന്നെ ഒമിറ്റ് ചെയ്യാനുള്ള ഒരു മെഡിക്കേഷൻ അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നു. സ്വാഭാവികമായിട്ടും ഇത് കണക്റ്റഡ് ആവുമ്പോൾ ഈ ഒരു ഒമിറ്റ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി ഓർക്കുമ്പോൾ തന്നെ ഒബ്വിയസ്ലി അവർക്ക് ആൽക്കഹോൾ എടുക്കാനുള്ള, ഡ്രിങ്ക് ചെയ്യാനുള്ള ഒരു ഇൻട്രസ്റ്റ് കുറയും എന്നുള്ളൊരു സെൻസിലാണ് അവേർഷൻ തെറാപ്പി. ഇതും ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന സംഗതിയാണ്. അതുപോലെ യൂസ് ചെയ്യുന്ന മറ്റൊരു ഏരിയയാണ് അഡ്വർടൈസിങ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെയും മറ്റുമൊക്കെ അവരുടെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ ഫേവറേറ്റ് ആക്ടേഴ്സിനെ പ്രൊഡക്ട്സ് സെല്ല് ചെയ്യാനൊക്കെ ആയിട്ട് അവരെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു അൾട്ടിമേറ്റ് അല്ലെങ്കിൽ ക്ലാസിക്കൽ കണ്ടീഷനിങ്ങിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് അവർ യൂസ് ചെയ്ത് വരുന്നത്. ഇനി ഇവിടെ ചോദിക്കാൻ സാധ്യതയുള്ള ചില ക്വസ്റ്റ്യൻസ് ഓഫ് കോഴ്സ് ആപ്ലിക്കേഷൻ ലെവലിൽ നിന്നിട്ട് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതായത് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ ഇസ് മോസ്റ്റ് യൂസ്ഫുൾ ഇൻ ദ ട്രീറ്റ്മെന്റ് ഓഫ്, എന്തിലാണ് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക? ഓപ്ഷൻസ് വരാൻ സാധ്യതയുള്ളത് ഫോബിയ, മാനിയ, സിസോഫ്രീനിയ, സിക്കോട്ടിക് സിംറ്റംസ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണ്. സോ എക്സ്ട്രീം ആങ്സൈറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന കേസസിലാണ് നമുക്ക് സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ യൂസ് ചെയ്യാൻ പറ്റുന്നത്. അത് ഒബ്വിയസ്ലി ഫോബിയ ആയിരിക്കുമല്ലോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വരാൻ സാധ്യതയുള്ളത് വാട്സൺ ആൻഡ് റെയ്നേഴ്സ് ക്ലാസിക്കൽ കണ്ടീഷനിങ് ഓഫ് ലിറ്റിൽ ആൽബർട്ട് വാസ് ഹെൽപ്ഫുൾ ഇൻ എക്സ്പ്ലെയിനിങ്. അപ്പോൾ ലിറ്റിൽ ആൽബർട്ടിൻ്റെ ആ ഒരു എക്സ്പെരിമെന്റ് എന്ത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അല്ലെങ്കിൽ എന്തിലേക്കാണ് ലീഡ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ് വരാൻ മറ്റൊരു സാധ്യതയുള്ളത്. അപ്പോൾ അതിൽ ഒരു ബഞ്ച് ഓഫ് ഓപ്ഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത്തരം ഒരു ആപ്ലിക്കേഷൻ ലെവലിലെ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ ഡയറക്ട്ലി എന്താണ് ഓപ്പറന്റ് കണ്ടീഷനിങ് അല്ലെങ്കിൽ എന്താണ് ക്ലാസിക്കൽ കണ്ടീഷനിങ് അല്ലെങ്കിൽ എന്താണ് ഡിലേഡ് റെസ്പോൺസ്, ഇത്തരം കാര്യങ്ങളെക്കാട്ടിലുപരി ഈ ഒരു ആപ്ലിക്കേഷൻ ലെവലിൽ എങ്ങനെ ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ള രീതിയിലാണ്. സോ അത് നിങ്ങൾ ബേസിക്കലി തിയറിയിൽ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നോർമലി നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ പെട്ടെന്ന് ഇത് സെൻസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും എക്സ്പെക്ട് ചെയ്യാം. സോ കൺസെപ്റ്റിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാവുക ഉള്ളതാണ് ഇതിൽ ചെയ്യാൻ പറ്റുക. എനിക്ക് തോന്നുന്നു ഇന്നത്തേത് നമുക്ക് ഇതോടെ വൈൻഡ് അപ്പ് ചെയ്യാം. ബാക്കി ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷണൽ ലേണിംഗ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ ബാലൻസ് വരുന്നുണ്ട്. ഇന്നത്തേക്കുള്ളത് ഇത് വൈൻഡ് അപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം ആർക്കെങ്കിലും. ഇന്നെടുത്ത ക്ലാസ്സിൽ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കാവുന്നതാണ്. നിത ഫർസാന ക്ലിയർ ആണോ മാം? ഓക്കെ, വേറെ എല്ലാവർക്കും ക്ലിയർ ആണോ? മാം ഇതിന്റെ നോട്ട്സ് കിട്ടുമോ? PPT ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാമോ? PPT ഷെയർ ചെയ്യാം. ആർക്കും സംശയമൊന്നുമില്ലേ? ക്ലിയർ ആണ്. അശ്വിൻ അൺമ്യൂട്ട് ചെയ്തിട്ട് ഒന്ന് പറയോ? സ്നേഹലത ഡൗട്ടൊന്നുമില്ല മിസ്സേ. എല്ലാവർക്കും ക്ലിയർ ആണോ? ഓക്കെ മാം ക്ലിയർ ആണ് മാം.
മാം അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നെഹാന എന്താ പറഞ്ഞത്? ക്ലാസ് തുടങ്ങുന്നതിന് മുന്നേ PPT ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുകയാണെങ്കിൽ പിന്നെ സ്ക്രീനിൽ പ്രസന്റ് ചെയ്യേണ്ട കാര്യമല്ലോ, ഞങ്ങൾക്ക് അത് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ.